ഇതൊരു അടിയന്തര സന്ദേശമാണ്. മാതാപിതാക്കളോടും അധ്യാപകരോടും സമൂഹത്തോടുമുള്ള ഒരു എമർജൻസി കോൾ. ഗാസിയാബാദിലെ 3 യുവ സഹോദരിമാരുടെ ആത്മഹത്യയുടെ റിപ്പോർട്ട് വളരെ ദുഃഖത്തോടും വേദനയോടും കൂടെയാണ് നാം എല്ലാവരും കേട്ടതും വായിക്കുന്നതും. ഒരു കുടുംബത്തിനും ഇത്തരമൊരു ദുഃഖം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. മറ്റൊരു പ്രതികരണത്തിന് മുമ്പ് തീരാ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികളെയും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് അന്യോന്യം കുറ്റപ്പെടുത്തുവാനുള്ള ഒരു സമയമല്ല, മറിച്ച് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ, ആത്മപരിശോധന നടത്തുവാൻ, കൂട്ടായ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു സമയമാണ്. ഈ സംഭവം ഡിജിറ്റൽ അഡിക്ഷൻ, അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കൂളുകളുടെ കരുതലുകൾ, മാനസിക ആരോഗ്യം, സമൂഹത്തിൻ്റെ പങ്കാളിത്തം എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൽ നിന്നും ഞാൻ എന്താണ് പഠിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്? ഡിജിറ്റൽ അടിമത്തം കുട്ടികളെ ഇത്രയും ഒറ്റപ്പെടുത്തുമോ? തീർച്ചയായും. അനാരോഗ്യമായിട്ടുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗങ്ങൾ, അതിലുള്ള ആശ്രയത്വങ്ങളൊക്കെ നാം അറിയാതെ തന്നെ നമ്മിൽ വളരുകയാണ്. അമിതമായ ഗെയിമുകളും ഓൺലൈൻ ഉപയോഗങ്ങളുമൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ സാമൂഹിക ഇടപെടലുകളെയും പഠനത്തെയും വിശ്രമം, ഉറക്കത്തെയും ഒക്കെ, അതോടൊപ്പം മാനസിക ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും ഒക്കെ ചിലപ്പോഴൊക്കെ ദോഷകരമായി ബാധിക്കാം. ഒരുപക്ഷെ വീട്ടിൽ വളരെ ശ്രദ്ധയോടെ ഒരു മേൽനോട്ടമില്ലെങ്കിൽ, ഒരു തുറന്നു പറച്ചിലുകൾ അന്യോന്യം ഇല്ലെങ്കിൽ, ചില ക്രമീകരണങ്ങൾ വരുത്തുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഇത് ഡിജിറ്റൽ അടിമത്തങ്ങൾ വളരുവാൻ ഇടയാക്കുന്നു. അഡിക്ഷൻസ് അല്ലെങ്കിൽ അടിമത്തങ്ങളൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, അത് നിശബ്ദമായി വളരുന്നതാണ്. ഏറ്റവും പ്രധാനമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെപ്പറ്റി നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ പലപ്പോഴും കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പകരം അവരോടൊപ്പം സമയം കണ്ടെത്തുക, നമ്മുടെ സാന്നിധ്യം അവർക്ക് നൽകുക എന്നതാണ് വളരെ പ്രധാനം. കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അവരോടുള്ള ആശയവിനിമയം, അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും ചില അതിരുകൾ മാനസികമായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ ഉപയോഗങ്ങൾക്കൊരു പരിധിയും നിരീക്ഷണവുമൊക്കെ ഇതോടൊപ്പം ആവശ്യമായിരിക്കുന്നു. നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് ശിക്ഷ അനിവാര്യമാണ്. എന്നാൽ ഒരിക്കലും അവരെ നശിപ്പിക്കാനോ അവരെ ഇല്ലാതാക്കാനോ വേണ്ടിയല്ല അവരെ ശിക്ഷിക്കുന്നത്. സ്നേഹത്തോടെ തിരുത്തലുകൾക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ശിക്ഷണം. നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്നും, എന്തൊക്കെ ഹാബിറ്റ്സ്, ശീലങ്ങളുണ്ടെന്നും, മനോഭാവങ്ങൾ ഉണ്ടെന്നും, അവർ ഓൺലൈൻ ലോകം ഇടപഴകുന്നത് എന്തിലൊക്കെയാണെന്നുമുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. നാം അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാമത്, സ്കൂളുകൾ
വളരെ പ്രാധാന്യമർഹിക്കുന്നു. പ്രത്യേകിച്ച് അധ്യാപകരുടെ നിരീക്ഷണം. കുട്ടികൾ ദീർഘകാലം അവധിയെടുക്കുകയാണെങ്കിൽ, സ്കൂളിൽ വരാതെ ഇരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് തിരക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇന്നങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ ഉത്സാഹം ഉള്ളവരായിരിക്കാം. പേരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ സ്കൂളുകളിലും ഉണ്ട് എങ്കിലും അത് അർത്ഥപൂർണമാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ, ആശയവിനിമയം നടത്തുവാനുള്ള സൗകര്യം അതിലുണ്ടാകട്ടെ. കുട്ടികൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ്, മാനസികാരോഗ്യം, അത് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ പഠനത്തിന് തന്നെ, വിദ്യാഭ്യാസ രീതിയുടെ തന്നെ ഭാഗമായി തീരട്ടെ. അതൊരിക്കലും ഒരു ഓപ്ഷനല്ല, അത് ഒരു നമ്മുടെ പാഠപദ്ധതിയുടെ ഭാഗമായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും ഇവിടെ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. സാമൂഹ്യമായ ജീവിതത്തിൽ നാം ഇടപെടുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം നോക്കേണ്ടതാണ്. മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം സംബന്ധിച്ച് ഒരു നല്ല ആത്മാർത്ഥമായ സംഭാഷണങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അതോടൊപ്പം വിശ്വാസ സമൂഹം, സുഹൃത്തുക്കൾ, അയൽക്കൂട്ടങ്ങൾ, ബന്ധുക്കൾ ഇവരൊക്കെ അകന്നു മാറി നമ്മെ നിരീക്ഷിക്കുന്നവർ മാത്രമല്ല, നല്ല ബന്ധങ്ങളുള്ളവരായി, ആത്മാർത്ഥ സ്നേഹമുള്ളവരായി തുടരുവാൻ ഇടയായിത്തീരട്ടെ. സാമൂഹിക കാര്യങ്ങളിൽ കുട്ടികൾ പിന്മാറുമ്പോൾ, എന്തെങ്കിലും ഒരു വിഡ്രോവൽ കാണിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഓരോ പേരൻറ്റും, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ തന്നോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോടൊപ്പം ആത്മാർത്ഥമായി സമയം ചെലവഴിക്കുന്നുണ്ടോ? ഞാനും എൻ്റെ മകനും മകളുമായുള്ള ആത്മാർത്ഥമായ ബന്ധത്തിന് പകരം മാധ്യമങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ ആ ബന്ധത്തെ? ആ സമയം കവർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം. എൻ്റെ മകനോ മകളോ ഏത് ഗെയിമിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നും, എന്താണ് അവർ ടി വിയിൽ അല്ലെങ്കിൽ ഫോണിൽ എന്തെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? എനിക്കറിയാമോ? പലപ്പോഴും കുട്ടികളുടെ കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കരിയറിനോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തിലും വിജയിക്കുന്ന ഒരു കുട്ടിയെ മാത്രമാണോ ഞാൻ വളർത്തുന്നത്? അല്ലെങ്കിൽ അടിത്തറയുള്ള, ദൈവഭക്തിയുള്ള, മാനസികമായ ആരോഗ്യമുള്ള, സുരക്ഷിതമായ കുട്ടികളെയാണോ ഞാൻ പരിപാലിക്കുന്നത് എന്നുള്ള ചോദ്യം ഓരോ മാതാപിതാക്കളും സ്വയം ചോദിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ഒരു വേദ പുസ്തകത്തിലെ ഓർമ്മപ്പെടുത്തലുകൾ ഞാനിവിടെ വായിക്കട്ടെ. കുട്ടികൾ ഒരിക്കലും ഒരു ഭാരമല്ല. പ്രത്യേകിച്ച് ദൈവം നമുക്ക് തന്ന വിശിഷ്ടമായ ദാനമാണ് ഓരോ കുട്ടിയും. വിശ്വസ്തയോടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ദാനമാണ്. ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്: മകനെ, നിന്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത്. അത് എല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിന്നെ വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. നമ്മുടെ വീടുകൾ യഥാർത്ഥത്തിൽ ഒരു ഹോം ആകട്ടെ. ഇംഗ്ലീഷ് ഹോം എന്ന അക്ഷരത്തിൽ HOME, H എന്ന അക്ഷരം ഹോണർ വൺ അനദർ, പരസ്പരം ബഹുമാനിക്കുന്നവരായി തീരാം. ഓപ്പൺ ടു ഈച്ച് അതർ,
അന്യോന്യം തുറന്ന് സംസാരിക്കുന്നവരായി തീരാം. എം മീറ്റ് ഈച്ച് അതേഴ്സ് നീഡ്, മറ്റുള്ളവരുടെ ആവശ്യം അറിയുന്നവരായി തീരാം. ഇ എൻകറേജ് വൺ അനദർ, അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ വീടുകൾ യഥാർത്ഥത്തിൽ ഒരു ഹോം ആയിത്തീരട്ടെ. ഒരു പ്രധാന കുറിപ്പോടുകൂടി ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ ഒരു യുവാവോ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ അമിതമായ ഒരു മാനസിക സമ്മർദ്ദത്തിനോ നിരാശയിലോ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയോ കടന്നു പോകുന്നെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഈ സാഹചര്യത്തെ നേരിടേണ്ട ആവശ്യമില്ല. സഹായം ലഭ്യമാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല.